തീപ്പെട്ടി വെച്ചിരുക്കായി ഇന്നത്തെ കണക്ക് ഇന്നലെ ഒരു തീപ്പെട്ടി വച്ചിരുത്തി എന്തോന്നൊരു കള്ളത്തരം. ഞാനും വരത്തപ്പോ അതിനകത്ത് തന്നെ അതൊക്കെ ഉണ്ട്. എന്തൊരുണ്ണേ അതൊക്കെ ഉണ്ട്. ചെറുക്കൻ നേരം വെളുത്ത നേരത്തെ അതിനകത്ത് തന്നെയാ. തന്നെ ശരിയെന്നല്ലേ? നേരം വെളുത്ത നേരം തൊട്ട് അതിനകത്ത് തന്നെ. അതിനകത്ത് തന്നെയാ. അയ്യോ, നിങ്ങളെ മോൻ്റെ കയ്യിൽ ഇതെന്തൊരു പറ്റി? ഡോക്ടറായ നിങ്ങളെ മോൻ? ആ പോണി നിങ്ങളും കൊണ്ടുപോയാ? ആ പോണിയും കൊണ്ട് ടീച്ചർക്ക് എവിടെ പോയാ? ഇന്ന് ചവർ വാര സ്ട്രൈക്കാണ്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. പിന്നെ ഇനി വാരണമെന്ന് ആകെ അവർ ഈ വീട്ടിൽ ചെയ്യണതാ ചവല. അതും കൂടെ വാരാൻ കൊടുത്തില്ലെങ്കിൽ തീർന്നു. കണിയാനെ വിളിച്ച് കവടി നിരത്തി നമ്മൾ നോക്കും. ഇനി എന്ന് ചവർ വാരാം. രാവുകാലം, ഭൂതകാലം, ശുക്രകാലം. നിങ്ങൾ പറ, എനിക്ക് പൂയെന്നാളാണ്, ഇതൊന്നും പാടില്ലെന്ന് പറ. എനിക്ക് പൂയനാളൊന്നും പാടില്ല. എനിക്ക് കരുനാളാണ്. അപ്പൊ എനിക്കെല്ലാം പാടുണ്ട്. പൂയനാളൊന്നും എനിക്ക് പാടില്ല. ഞാൻ പൂരനാളാണ്. ഞാൻ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി പിടിക്കും. പൊടി പറക്കും. ഈ ജോലിയുണ്ട്. പൊടി അതിനകത്ത് ചെറുക്കൻ ചെയ്യുന്നേ. അതൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. എന്തല്ലേ അതിനകത്ത് ചെയ്യുന്ന? അതൊക്കെ ഉണ്ട്. എന്റെ ഗ്ലൗസ് കുടുങ്ങിയിരിക്കാം. എന്താണ് ഇതിനകത്തെന്ന് ശോഭനാമ്മ ചോദിച്ചില്ലേ? ഇതാണ് ഇതിനകത്ത്. അതും കട്ട് ചെയ്യാത്ത എന്തേ ചോദിച്ചാ? അതായത് നമ്മുടെ ദോദൂമ ഇതിനകത്തുണ്ട്. ഡെലിവറി നടക്കുവാണ്. Welcome to our world, my dear. ദോദുമേ என்று പയ്യന് ദോദുമേ என்றான். ചാക്ക് വിരിച്ചില്ലേ ചോദിച്ചേ? ചാക്ക് വിരിച്ചു, പക്ഷെ ചാക്കിൽ അവള് കിടക്കുന്നില്ല. ചാക്ക് അത്ര ഇതാണ്ട് ചാക്കെല്ലാം അവള് ചുരുട്ടി കൂട്ടിയല്ലേ? അതിൽ ഒമറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ഇത് വരുമ്പോഴും ഒമറ്റ് ചെയ്യുമ്പോൾ തന്നെ ദോദുമേ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണ്ടേ. തറയാകുമ്പോൾ ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട്. ബീറ്റാഡിന് യൂസ് ചെയ്താ? ബീറ്റാഡിൻ വെച്ച് അത് തുടച്ചല്ലേ? അതായത് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ ഉടനെ ബീറ്റാഡിൻ ഉപയോഗിച്ച് അവളെ അകിടുകളെല്ലാം നന്നായിട്ടൊന്ന് തുടച്ച് പ്രിക്കോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഈ അണുക്കളൊന്നും വരാതിരിക്കാൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും ഉള്ള ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള പ്രിക്കോഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വെള്ളം കൊടുത്ത് കുടിച്ചില്ല അവള്. വെള്ളം കുച്ചില്ലേടി ദോദുമ്മേ? നീ എൻ്റെ വെള്ളം കുച്ചാത്ത ദോദുമ്മേ? നല്ല ക്ഷീണമുണ്ട് പാവം. പൊന്നെ പെണ്ണാണ്. അവര് അമ്മയോട് ഇപ്പൊ പറയണ്ടേ? ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യമെങ്കിൽ പിന്നെ എവളും നല്ല ഇതല്ലല്ലോ. അവള് തപ്പണ് കേട്ടാ. അതുകൊണ്ട് ആ തപ്പണവന് വന്നതല്ലേ ഉള്ളൂ. ഒന്ന് ആക്റ്റീവ് ആയിട്ട് അവള് സ്വയം. അതുകൊണ്ടാ അവൻ പഴയ ഇല്ല. അവര് രണ്ടുപേരും കാമ്പ് പിടിച്ച് കുടിച്ചു. സ്വയം കാമ്പ് പിടിച്ച് കുടിക്കട്ടെ. തന്നെ ദോദുമ്മേ തന്നെ. നീ പാല് കൊത്ത അവിടെ നിൽക്കേ. ഇത്തിരി പെണ്ണേ അതിനകത്ത് ഇപ്പം ചോദിക്കും.
കുറെ നേരമായില്ല പെണ്ണേ, നീയും ചെറുക്കനും കൂടെ അതിനകത്ത് ഇപ്പം ചോദിക്കും. ആ ചെറുക്കനിട്ട് അതിനകത്ത് തന്നെ ഇരിക്കുന്നത്. ആ ഇത് തന്നെ ചോദ്യം. എനിക്കറിയാം നീ ചോദ്യം ചോദിക്കുമെന്ന്. എന്തൊരു വില ആ ചെറുക്കനി പിന്നെ എന്തൊരു വലി ഇതിപ്പോ സംഭവം വേറെ ഒന്നുമില്ല. ഇപ്പൊ ചവറ് തുറക്കുന്ന ബക്കറ്റ് കാണാനില്ല, അത് തന്നെ. ബക്കറ്റ് കയറ്റി വെച്ച് പുതിയ ബക്കറ്റ് ആക്കാം നമുക്ക് ഇനി. അയ്യോ എൻ്റെ പാലെടുപ്പത്തിരിക്കണം, ഞാൻ പോണ്. ശരി, നിങ്ങൾ അമ്മ അവിടെ പോയി ഇരിക്കും. അവിടെ പോയി ഇരിക്കും. ബാ ഇനി വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് കറങ്ങി വരരുത്. ആ വരൂല പാവം. അവള് ഒന്നും വെച്ചില്ല, ഒന്നും തരാതെ പരത്തിക്കുട്ടീനകത്ത് കിടന്ന് ഊത്തോണ്ടിരിക്കാന്. അവളെ കാലത്തെ കഞ്ഞി കൊച്ച് അവ കുടിച്ചോണ്ടിരിക്കാണ്. നമ്മളെ മാമ ഒന്നും കുടിക്കാതെ വയറ് വെച്ചെന്ന് ഇരിക്കാന്. അവള് പട്ടിക്കുട്ടീനകത്ത് ആദ്യം അവൻ പേച്ചയും തോർത്തോണ്ട് പോയി പോണ്. അവിടെ എന്തരി വായിക്കൂടെ പറയുന്ന പണി കൊണ്ടുവന്നിട്ടല്ലേ ആ തവള പറക്കിയത്. അതൊക്കെ തൊട്ടിയെടുത്ത് വെച്ച് പറക്കണോ അല്ലേ? ആ ചെറുക്കാ നാളെ മരത്ത് ഒരുവായ തിന്നാൻ കിട്ടൂല. ആ ഞാൻ വീട്ടിൽ ചായ കുടിച്ചാലും പറഞ്ഞ് കൂടെ മൂത്തറിന് കൂടെ പോകില്ലേ? വാ ചായ വയറ്റി കിടക്കൂ. വാ പറ എന്തൊരു കുടിച്ചേ? 2 ഗ്ലാസ് ചായ കുടിച്ചാന്ന്. 2 ഗ്ലാസ് ചായ കുടിച്ചു ബീച്ചിരിക്കണ. ആ പട്ടിക്കൂടി കൂടെ എടുത്തോണ്ട് കളഞ്ഞാ തിരി. ആ പണി ആ പോണി എന്നെ വേണമെന്ന് നിർബന്ധം അത്രയും പോയില്ലേ? പോണി ബക്കറ്റ് ഒന്ന് കൂടെ കൊണ്ടിടണം. പൊതിയത് വരെ ഈ ബക്കറ്റ് എന്നോട് തൊട്ടി എടുത്തോണ്ട് പോക്കില്ല. തൊട്ടിയിൽ അത്രയും മണ്ണാവും. ആ പെണ്ണി വല്ല തലമറയൊക്കെ അല്ല വല്ല തലമറ പട്ടിണി അപ്പോഴാണ് പാടുക. പെണ്ണേ 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 പാടുക. അമ്മയും മോനും കൂടെ എന്നെ കുത്തിത്തൊലിക്കുന്ന വൃത്തി ഞാൻ ഇവിടെ നിന്ന് കേട്ടായിരുന്നു. കുഴപ്പമില്ല. നെയ് അമ്മേ വരൂ വരൂ. ഒക്കെ വെള്ളം കോരിക്കൊണ്ടിരിക്കാണ്. ആ പോട്ട്, നിങ്ങൾ ഇങ്ങോട്ട് വാ, എണീറ്റ് വാ. ചോദിച്ചാ ആ ഞാൻ ഈ തിണ്ണയിലിരിക്കുന്നു. എണീറ്റ് വാ. ഞാൻ എത്ര വയ്യെങ്കിലും ഞാൻ ഒറ്റ എണ്ണത്തിനെ ഞാൻ പട്ടിണി കിട്ടിട്ടില്ല. ഇന്ന് പിന്നെ എന്റെ ദോതുവിന്റെ പിറകിലായിപ്പോയി. നിങ്ങൾക്കറിയാലോ നമ്മളെ പോലെ തന്നെയാണ് മിണ്ടാപ്രാണികൾക്കും പ്രസവ വേദനയും ശരീരവേദനയും അസുഖവും മുറിവും ഒക്കെ. അപ്പൊ ഞാനൊരു പെണ്ണാണ്, ഞാൻ 2 പ്രസവിച്ചവളാണ്. അപ്പൊ അവളെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. രാവിലെ എനിക്കൊന്ന് 4:15 അയ്യോ താഴെ പോയി ഭഗവാനെ, ഇത് ഞാൻ കഴിച്ചോളാം. രാവിലെ 4:15 ദോതുവിന് ഡിസ്ചാർജ് വന്നു. തരാം. അപ്പം 4 മണിക്ക് ഡിസ്ചാർജ് വന്നു. വെള്ളം പോകുന്ന. അത് കഴിഞ്ഞിട്ട് 6:30 തൊട്ട് അവള് ഭയങ്കര ഫ്ലൂയിഡൊക്കെ വന്നാകെ സീനായി, ഡിസ്ചാർജ് ആയി. അപ്പം ഞാൻ നോക്കിയപ്പം ഇന്ന് ഞാൻ കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല. എന്നെ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. എന്റെ ക്യാമറ കണ്ണുകളിൽ എല്ലാം പതിഞ്ഞിട്ടുണ്ട്. എന്നെ എന്തൊക്കെ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. നിങ്ങളോട് ഡോറ ചോദിക്കും. നേരം വെളുത്ത്
ആ പട്ടിക്ക് ഇത്തിരി വേദന വന്നുകൊണ്ട് ഞാൻ അതിന്റെ പുറകെ നടന്നെന്നുള്ള വാസ്തവം. ഞാൻ നിങ്ങൾക്ക് ഇത്രയും നാളായിട്ട് കാപ്പി മുടക്കിയിട്ടുണ്ടാ? മുടക്കിയിട്ടുണ്ടാ? ഞാൻ ചോദിക്കുന്നത് മറുപടി മുടക്കിയിട്ടുണ്ടാ? മുടക്കിയിട്ടുണ്ടാ? മറുപടി പറയുന്നത് ഇങ്ങോട്ട് നോക്കുന്നേ എന്റെ മുഖത്ത് നോക്കുന്നേ. മുടക്കിയിട്ടുണ്ടാ എന്ന്? അപ്പൊ ചോദ്യം ഞാൻ തിരിച്ചെടുത്തു. ഞാന് ഒന്നുമില്ലെങ്കിലും ഇരിക്കും, നിങ്ങൾ അങ്ങോട്ടിരിക്കുന്നേ. പഴങ്കഞ്ഞിയെങ്കിലും ഞാൻ കൊടുക്കും. പഴങ്കഞ്ഞി ഉണ്ട്, ഞാൻ കൊടുത്തില്ല. നേരം വെളുത്തതേ ഉള്ളൂ, മണി 9:30 ആയതേ ഉള്ളൂ. അപ്പൊ പഴങ്കഞ്ഞി കൊടുത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഫ്രണ്ടിലെ കടയിൽ പോയി തണ്ണിമത്തം വാങ്ങിച്ച്, രാവിലെ കാപ്പി ഇല്ലാത്തോണ്ട് ഇത് കൊടുത്താൽ ഒന്നും ആവൂല, നമ്മള് മനുഷ്യരാണ് അറിയാം. എങ്കിലും എല്ലാവർക്കും ഞാൻ ചോദിച്ചു തണ്ണിമത്തം തിരിച്ച് കൊടുക്കാന്ന് കരുതി 2 ചായ ഇട്ട് കൊടുത്ത്. 3 ചായയായി. 2 ബാക്കിയോടെ പോയി. വെളുപ്പിനെ തൊട്ട് 3ാമത്തെ ചായ. ആരാ മക്കളെ? അപ്പം എന്റെ പിള്ളേക്ക് കൂട്ട്. അപ്പം ഞാൻ പറഞ്ഞു നിർത്തിയത് ഡോറയുടെ ഡിസ്ചാർജ്. അങ്ങനെ പിന്നെ നമുക്കൊരു ലേബർ റൂമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാല്ല. ലേബർ റൂമിലൊക്കെ കയറ്റി, കുഞ്ഞു പെണ്ണ് ഡ്രസ്സിലായി വീഡിയോ എടുക്കാത്ത, ലേബർ റൂമിലൊക്കെ കയറ്റി. പിന്നെ കയറ്റിയപ്പോ തന്നെ അവളുടെ ഡെലിവറി നടന്നു. പിന്നെ ഞാൻ ചേട്ടനെ വെളുപ്പിനെ ചേട്ടനാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് വയ്യാത്തോണ്ട് ഞാൻ കരുതി ഉറങ്ങണമെങ്കിൽ ഉറങ്ങട്ടെന്ന് കരുതി ഞാൻ അങ്ങ് കൺട്രോൾ ചെയ്ത് നിർത്തിയതായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് രാവിലെ അടുക്കള കാര്യങ്ങളും എല്ലാം കൂടെ പറ്റൂല. അപ്പൊ ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒന്ന് കാപ്പി പെൻഡിങ് ആയപ്പോ ഇവിടെ അടിയും ബഹളം. അപ്പൊ പിന്നെ ചോറും കൂടെ ആവാണ്ടിരുന്നാലാ. അപ്പം ചേട്ടനെ പിന്നെ വിളിച്ച് അങ്ങ് കയറ്റി. ചേട്ടൻ പോയതും ആദ്യത്തെ ഡോറയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാവമാണ്, അവളെല്ലാം സപ്പോർട്ട് ചെയ്യും, നല്ല ഇതാണ്. പക്ഷെ അവൾക്ക് നമ്മളൊരാൾ കൂടെ വേണം. ഡോറയ്ക്കും മിക്കിക്കും മാത്രം ഈ വീട്ടിലുള്ള ഒരു പ്രത്യേകതയാണ്. ഡെലിവറി സമയത്ത് നമ്മളില്ലെങ്കിൽ വിളിക്കും, ഓ ഇങ്ങനെ ഒരു വിളിക്കും. നമ്മൾ എവിടെ നിന്നാലും ചെല്ലണം. രണ്ടുപേരും അങ്ങനെ തന്നെ. തോലിന്നല്ലമ്മ, ഡോറയും മിക്കിയും അങ്ങനെ തന്നെ. അപ്പൊ അതുകൊണ്ട് ഒരാൾ വേണമെന്നുള്ളതുകൊണ്ട് ചേട്ടനെ വിളിച്ചോണൊക്കെ അങ്ങ് ആക്കിയിട്ട് ഞാൻ 7 മണിക്കുള്ളില് ചോറ്, മീൻ പൊരിച്ചത് 3ഉം ആക്കി. മരിച്ചിനെ മേടിച്ചോണ്ട് വെച്ചിരുന്നെങ്കിൽ അത് അരിഞ്ഞടുപ്പത്താക്കണം. പിന്നെ കാപ്പി ഞാൻ ഉണ്ടാക്കിയില്ല, കാര്യം പുട്ടവിക്കണം. ചേട്ടൻ പുട്ട് തിന്നൂല, പിള്ളേരും തിന്നൂല, അമ്മയെ തിന്നോളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും അമ്മയ്ക്ക് മാത്രമായിട്ട് വെച്ചു കൊടുത്തൂടെ എന്ന് ചോദിക്കും. ഞാൻ അങ്ങനത്തെ ദിവസങ്ങൾ ഒരാൾക്ക് മാത്രമായിട്ട് ഇവിടെ ഉണ്ടാക്കാറില്ല. പഴങ്കഞ്ഞി ഉണ്ട്, അമ്മയ്ക്ക് പഴങ്കഞ്ഞിയാണ് ഇഷ്ടം, പഴങ്കഞ്ഞി കൊടുക്കും. സോ അപ്പൊ ഇനി മരിച്ചിനി വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്റെ ദോതുവിന്റെ ഡെലിവറി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ലാതെ പൊക്കോണ്ടിരിക്കുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ടൊന്നും വരല്ലേ എന്നാണ് പ്രാർത്ഥിക്കണം. നിങ്ങളും പ്രാർത്ഥിക്കണം. പിന്നെ അറിയാലോ, ഡോഗ്സിന് അല്ലെങ്കിൽ ഈ ആനിമൽസിനെയൊക്കെ ഡെലിവറി ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, അറിയുന്നവർക്കറിയാം. ഒരു കുഞ്ഞ് വന്ന് ഒരു 2 hours വരെ പോവും, എന്നിട്ട് അടുത്ത കുഞ്ഞ് വരുള്ളൂ. ആദ്യം അങ്ങനെയായിരുന്നു. 6:30-ക്ക് ഡോറ ആദ്യം പ്രസവിച്ചിട്ട് 9 മണിക്കാണ് അടുത്തത് പ്രസവിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞാണ് അടുത്തത് പ്രസവിച്ചത്. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഗ്യാപ്പിൽ 3-4 പേര് വന്ന്. അപ്പൊ ഇനിയിപ്പം വയറൊഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട് കുഞ്ഞു വാവുകള്. അപ്പൊ അതുകൊണ്ട് നമ്മള് ചേട്ടാനകത്ത് തന്നെ. പിന്നെ ഇവിടെ ഇപ്പൊ ഈ രാവിലെ കാപ്പി കൊടുത്ത് ഞായറാഴ്ച പൊതു ഇവിടെ കാപ്പി കാണൂല. കാപ്പി കൊടുത്തില്ലെങ്കിൽ 10 മണിയാകുമ്പോ നമ്മളെ ഫുഡൊക്കെ ആവും. ഇതെന്തൊരു കോലമ്മ, ഇതെന്തൊരു കോലം. ഒരു തണ്ണിമത്തം കൊടുത്തു മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അമ്മ ഞാൻ പഴങ്കഞ്ഞി തരാം, നിങ്ങള് അതിന്റെ തോലിനെ കളാം. അപ്പം ഇപ്പൊ മാവും മരിച്ചിനിയും മീനും അമ്മ അങ്ങോട്ട് കളയമ്മ, അങ്ങോട്ട് കള. അങ്ങോട്ട് കള. മരിച്ചിനി മീന് ഒക്കെ അല്ല, ഇനി മരിച്ചിനി മാത്രമേ ഉള്ളൂ, ഇപ്പൊ കൊടുക്കും. അപ്പൊ ഇനി നമ്മളെ മരിച്ചിനി ഒലിക്കാൻ പോണം. ഇനി ഞാൻ ചോറൊക്കെ ആയി എന്ന് പറഞ്ഞാലും വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. അവർ പറയും ചുമ്മാ പറയണേന്ന്. കുറച്ച് ആൾക്കാർ നമുക്ക് കാണാൻ പോവാമേ. അയ്യോ ചെരുപ്പില്ലേ. അപ്പൊ കുറച്ചു പേർക്ക് വേണ്ടിട്ടേ. വേണ്ട, ചോറായി. വേണ്ട, ഇളക്കിയിട്ട് കാണിച്ചുതരാം. മീൻകറിയായി, വങ്കട. ഇനി ഫ്രൈ ഉണ്ടാകത്ത്. ഞാൻ പറഞ്ഞത് എല്ലാം ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് കാണിച്ചതാണേ. ആരെയൊക്കെ എന്തെല്ലാം വിശ്വസിപ്പിക്കണം. ചുമ്മാതാണ് കേട്ടോ. എന്നെ അറിയുന്നവരെ ഞാൻ കാണിക്കണമല്ലോ. അപ്പൊ ഇപ്പൊ ഞാൻ മരിച്ചത് കഴിഞ്ഞ് മരിച്ചിനെ കാണിച്ചേരാ. മന്ദപ്പന്റെ ചെരുപ്പാണ്. ഹായ് മരിച്ചി. വേണ്ട, 50 രൂപയാണേ. ഇവിടെ താഴെ ഒരു കടയുണ്ട്, അവിടെ 1.5 കിലോ 50 രൂപയുള്ളൂ. പക്ഷെ ഇത് എന്നാ കട ഇല്ല, ഞായറാഴ്ച ഇല്ല അവിടെ. അതുകൊണ്ട് ഞാൻ അങ്ങ് സൂചിവിള പോയിട്ട് 1.5 കിലോയുടെ കൂടെ ഒരു 10 രൂപയ്ക്ക് 2 എണ്ണവും കൂടെ മേടിച്ച് 10 രൂപയുടെ കയ്യിൽ അഡീഷണൽ ഉണ്ടായിരുന്നു. ഇത് കണ്ടാ? എന്തരുത് എന്തരുത്? 1 കിലോ 1 കിലോ.
1 കിലോ വാങ്ങിച്ചാളെ 2 കിലോ വാങ്ങിച്ചെങ്കിൽ ഇത്തി കൂടെ കാണും. ഓ അങ്ങനെ ഉത്തുകൂടെ തിന്നണ്ട, നമുക്ക് ഇത്തിക്കൂടെ തിന്നാ മതി. ആ ഇതുപോലെ ഉണ്ട്. ആ ഇത്തുപൂര മതി. കൊള്ളാല്ല, തിരുപ്പുര മതി. ഇവിടെ ആരും തിന്നൂല, ഇവര് തന്നെ തിന്നണ. പിള്ളേര് ഇത്തുപൂരം തിന്നും. പിന്നെ ഞാൻ മരിച്ചിനി മീനുണ്ടെങ്കിൽ മരിച്ചിനി മീനെ തിന്നുള്ളൂ, ചോറ് തിന്നൂല. പിന്നെ അങ്ങേർക്ക് വയറുവാനായിട്ട് തിന്നാൻ പറ്റൂല. കൂടെ എടുത്ത് ഇവിടെ കണ്ടിട്ട് പറക്കേക്കളാ പ്രശ്നം തീർന്നില്ലേ, ഞാൻ കവറിട്ടേന്. അപ്പൊ ഇനി മരിച്ചീനി തോലിച്ച് അരിഞ്ഞ് അടുപ്പത്ത്. പിന്നെ ഓ മരിച്ചിനി വെച്ച് തുടങ്ങിയ മരിച്ചിന് തൊലിക്കണം. തൊലിക്കണുള്ള അമ്മ നേരം വെളുത്തതേ ഉള്ളൂ അമ്മ, വെയിലായോണ്ടാണ് ഇത്രയും വെട്ടം കാണുന്നത്. സമയൊന്നും ആയില്ല, സമയൊന്നും ആയില്ല. എന്തോ ഇരിക്കുന്നു ഇവിടെ, തുടച്ചുകളൊക്കെ തണ്ണിമത്ത ഇരിക്കുന്നു കവാലത്തില്. നോക്കട്ട് പോയാന്ന് അപ്പുറത്ത് എവിടെ ഇരിക്കുന്നു തുടച്ചുകളാ. ഓ ക്ലോക്കാ വാച്ചാ ഉണ്ടാ, കോക്കാച്ചി വല്ലതും ഉണ്ടോ എനിക്ക് മണി അറിയാൻ. ശോഭനൊരു സംസാരം, ഒന്നൊന്നര സംസാരം. പണ്ട് എങ്ങനെ സമയം അറിയണ, പണ്ട് എങ്ങനെ സമയം അറിയണ? പണ്ട് ഈ ബെല്ലടിക്കാൻ നേരത്തെ മണി 9 ഏത് ബെല്ലടിക്കും? ബെല്ലുണ്ടായിരുന്നു വീട്ടിലാ? ഇപ്പൊ അതൊന്നും ഈ ഈച്ച എങ്ങനെ വന്നത്, എങ്ങനെ വന്നത്? നിനക്ക് മരുന്നുണ്ടാ? നിനക്ക് മരുന്നുണ്ടാ? ഇപ്പം ഒരു തണ്ണിമത്തം തന്ന പൊടിവാടാണ് എന്നൊക്കെ വീട് മുഴുവൻ ഈച്ച. ഇനി ഇത് ഇത്രയും ഞാൻ കഴുകി കളയണം. എന്റെ 7 ശനിക്കാണ് തണ്ണിമത്തം കൊടുത്ത എന്നൊക്കെയാണ്. ഇത് കണ്ടാ? വെള്ളം വീത്തിയാ പോവും. വെള്ളം വീത്തിയാ പോവും. വെള്ളം വീത്തണം. നിങ്ങൾ വീത്തിയാ? നിങ്ങൾ വീത്തിയാ? ഓ ഇനി ഞാൻ വീത്തണം. വെള്ളം വീത്തൂല. ഞാൻ സിമെന്റിലും വെള്ളം വീത്തും. പിന്നെ എവിടെ വീത്തും വെള്ളം? ദേഹത്ത് വെള്ളം വീത്തോ? ദേഹത്ത് വെള്ളം വീത്തും. ഓ പൊന്ന കള്ളത്തിലാണ്. ഞാൻ കുളിപ്പിക്കാൻ പോവാത്തോണ്ട് ഇപ്പൊ കാണിക്കണ വേല, നൈസിനെ പോയി വെള്ളം കോരി ഒരു തോർത്തെടുത്ത് പുഴിഞ്ഞിട്ട് ദേഹത്തൂടെ തുടച്ചിട്ട് കുളിച്ച് തലയിൽ നനച്ചിട്ട് മറ്റേ ഈ സിപ്രീക്കന്മാര് ചെയ്യും പോലെ കുളിച്ചിട്ടെന്ന് വരും. സിമെന്റിലൊന്നും വെള്ളം വീത്തൂല. വീത്തൂല, ഒരെണ്ണ വീത്തൂല. പോണേ ഞാൻ സിഞ്ഞി മിഞ്ഞി സിമെന്റിലൊന്നും വെള്ളം പറ്റൂല. അതാണ് അവിച്ചായിട്ട് പോന്നെ. എന്തിന്? അവിച്ചവിഞ്ഞിട്ട് എന്നിട്ട് എന്നിട്ട് അവിച്ചമ്മ വയസ്സാം കാലത്താണല്ലമ്മ നിങ്ങൾക്ക് കൊതികൾ മുഴുവൻ. കൊതി പറയാൻ ഇവിടെ ഇവിടെ ഉള്ളു. ഇവിടെ ഒരാടോ അല്ലേ ഉള്ളു. 5 മണിയാകുമ്പോഴേ ഞാൻ അവിടെ ഇറങ്ങി നോക്കും. ഞാൻ 5 മണിക്ക് എണീക്കുമല്ല. ഞാൻ ഇന്ന് മൊത്തം ലൈറ്റ് മൊത്തം ലൈറ്റ് അണച്ചത് അത് ആ പട്ടിയെ ബാക്കിലോട്ട് ആക്കിയോണ്ടാണ് ആ ലൈറ്റുകളൊക്കെ അണച്ചത്. എല്ലാ ലൈറ്റും അണച്ചോ? അത് ഫ്രണ്ടിലേ അത് വെളുപ്പിനെ അണച്ച എന്തിനെന്ന് വെച്ചാ നമ്മള് ഡോറയുടെ കൂട്ടില് ലൈറ്റ് ഇട്ടിരിക്കും. അപ്പൊ അതാണ് നമ്മളെ ഫ്രണ്ടിലെ ലൈറ്റ്. അപ്പൊ ആ ലൈറ്റ് വെളുപ്പിനെ നമ്മൾ സാധാരണ ഉറക്കം എണീക്കുമ്പോഴാണ് അണയ്ക്കണം. ഇന്ന് ഞാൻ നേരത്തെ അണച്ച്, കാര്യം ഡോറ് വെളുപ്പിനെ അങ്ങോട്ട് ആക്കിയല്ല. അപ്പൊ പിന്നെ അവിടെ ലൈറ്റിന്റെ ആവശ്യമില്ല. ലേബർ റൂം ബാക്കല്ലേ, അപ്പൊ അതിനാണ് ഈ പറയണ. 5 മണിയാകുമ്പോഴേ നീ അടുക്കളയിൽ ലൈറ്റൂല്ല, ഒന്നും കൂടൂല. അതൊന്നും ഞാൻ പറഞ്ഞില്ലേ അമ്മ, നീ പട്ടിക്കൂട്ടിനകത്ത് പോയിരുന്നമ്മ. നേരെ ഉറക്കം എണീച്ച ഉടനെ പട്ടിയുടെ കൂട്ടിലോട്ട് പോയി. അതാണ് ഇവിടെ കൊച്ചോറിനെ പട്ടിക്കുട്ടി പോണേ. അമ്മ അത് പട്ടി പ്രസവിച്ചുകൊണ്ടിരിക്കല്ലേ അമ്മ. നമ്മളല്ലേ അവരെ കൂടെ പോയി നിൽക്കേണ്ട. നമ്മള് പട്ടികളല്ലേ, നമ്മള് പട്ടികളായിട്ടാണ് അവരെയൊക്കെ കാണുന്നത്. നമ്മളെ വീട്ടിലവര് നമ്മളെ ഇതല്ലേ അമ്മ, നമ്മളെ ഈ വീട്ടിലെ അംഗങ്ങളല്ലേ അവര്. നാളെ എല്ലാം ഉണ്ട്. ഇവര് നമ്മളെ വീട്ടിലെ ജീവനാണമ്മ. നമ്മളെ വീട്ടില് നമ്മളെ മനുഷ്യരെ പോലെ നമ്മള് ഞാൻ എല്ലാം വച്ചമ്മ എണീറ്റ്. ഞാൻ ഇത് കഴുകിയിട്ട് വരട്ടെ. ഞാൻ പാതിരിച്ചിട്ടൂല പരമ്പര ചുറ്റി വിട്ടിട്ട് ഞാൻ
ബാത്റൂമിൽ പോയിട്ട് വന്നിട്ട് ഞാൻ അവിടെ ഇത് ഏത് മാസമ്മ? ഇത് ഏത് മാസമ്മ? ഇത് ഏത് മാസം പറയുമ്പോലെ മാർച്ച് തീർന്നമ്മ. മാർച്ച് 20 എത്രയായി തീയതിയും മറന്നുമില്ല പണ്ടാരം. തീയതി മാറും. അമ്മ പേരാപ്പൂര് പൊങ്കാലയൊക്കെ കഴിഞ്ഞല്ലമ്മ. നിങ്ങൾക്ക് പൊങ്കാല ഇനി 8ാം കല്ല് എന്റെ വീട്ടില് പൊങ്കാല. എന്റെ അവിടെ പൊങ്കാല. ഞാൻ എന്ന് പോണ? എന്ന് പോണ? പോണ് പൊങ്കാല എന്ന് പോണ? ഈ ഏപ്രിൽ 1. ഏപ്രിൽ ആദ്യമാണ് പൊങ്കാല. പോണു ഞാൻ. പോണോ? ഓ ഞാൻ പോണില്ലേ? എന്നാ നീ കൊണ്ടുപോകേണ്ടത്? എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളെ മോൻ ഇല്ലമ്മ. മോനും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ മോൻ ജോലിക്ക് പോയില്ല. ഓ അത് തന്നെ. മോനില്ലാതെ നിങ്ങളെ പൊങ്കാലിക്കുന്ന എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ. 8ാം കല്ലിലൊന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. കൊണ്ടുപോവാ ഒരു ദിവസം. നിങ്ങൾ എന്റെ വീട്ടിൽ വന്നല്ല? ഞാൻ കണ്ടിട്ടില്ല അമ്മ. ഈ തീരെയും തിരക്കിന്റെ എടുത്ത് ഇതിനകത്തന്നെ അയ്യോ ഈ തീരെയും തിരക്കിന്റെ ഇടയിലേ ഞാൻ നിങ്ങളെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനമ്മ? നിങ്ങൾ പൊങ്കാലയ്ക്ക് കൊണ്ടുപോണില്ല. മക്കളെ, ഈ കാണികളില് മക്കളെ ആർക്കും എന്തും പറയാം. ഞാനൊന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് സ്ക്രീനിൽ അമ്മ ഒന്നും പറയണില്ല. സത്യമായിട്ടും ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നോണ്ട് പറയുവാണേ. കുഞ്ഞി ഒരു വീഡിയോയില് ഒരു റീലാണ് കേട്ടാ. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചാണോന്ന് അറിയത്തില്ല. ഒരു റീലില് അമ്മ അടിച്ചെന്ന് പറയണ്. കുഞ്ഞ് സൈഡിലുണ്ട്. കുഞ്ഞ് പോന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പം എനിക്ക് സത്യമായിട്ട് വിഷമമാണ് വന്നത്. അപ്പൊ അതിൽ അമ്മ അടിച്ചെന്ന് പറഞ്ഞ എന്തൊരു ചുള്ളിക്കമ്പിട്ട് കുത്തിയ എനിക്ക് നോവില്ല, ഒരു ചുള്ളിക്കമ്പിട്ട് കുത്തിയാൽ നോവില്ല എന്നൊക്കെ അമ്മ ചോദിക്കുന്ന ഒരു റീലാണ്. അതിന് എത്രയോ പേര് വന്നിട്ട് യൂട്യൂബിലാണ് കേട്ടോ. ഫേസ്ബുക്കിൽ ഞാൻ അങ്ങനെ ഒന്നും കണ്ടില്ല. ആ കൊച്ചിനെ ഇനി പറയാനൊന്നുമില്ല. 3 വയസ്സായ കൊച്ചാണ്. അതേ ഓഗസ്റ്റിൽ 4 വയസ്സേ ആകത്തുള്ളൂ. അതിനെ പറയുന്നതാണ്. അമ്മ കൊച്ചടിച്ച് എന്ന് പറയുന്നതും കേട്ടുകൊണ്ട് എന്നാ നിങ്ങളിൽ ഒരാള് ആ കൊച്ച് അവരെ അടിക്കുന്നത്. എന്റെ മക്കളായോണ്ട് പറയില്ല. എന്റെ 2 മക്കളും അമ്മാമ്മയാവട്ടെ അച്ഛാമ്മയാവട്ടെ അടിക്കത്തില്ല. അത് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഞാൻ പറയണം. കാരണം നമ്മൾ കാണിച്ചു കൊടുക്കുന്നേ നമ്മളെ മക്കളെ ചെയ്യത്തുള്ളൂ. എന്റെ കുട്ടികൾ രണ്ടുപേരും അമ്മാമ്മയെ അടിക്കത്തില്ല, അച്ഛാമ്മയെ അടിക്കത്തില്ല, നമ്മളെ അടിക്കത്തില്ല. എനിക്കറിയാം ഓരോ കുട്ടികൾ അമ്മമാരോടും അച്ഛന്മാരോടും ഒക്കെ കാണിക്കുന്നതും വീട്ടിലെ അമ്മൂമ്മമാരോട് കാണിക്കുന്നതൊക്കെ എനിക്കറിയാം. പക്ഷെ എന്റെ 2 മക്കളും അത് ഞാനൊരു പ്രൗഡ് മദറാണ്. അമ്മാരെ അടിക്കത്തില്ല, അതായത് അമ്മയെ അടിക്കത്തില്ല, എന്റെ അമ്മയെ അടിക്കത്തില്ല. പണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് കുഞ്ഞി അടി കൂടുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്ത് അടികൾ കൂടുമായിരുന്നു, ഇല്ല എന്ന് പറയണില്ല. നന്ദനെ അടിക്കില്ല, നന്ദൻ എവളെ അടിക്കൂല. പറഞ്ഞു വരുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ആ കൊച്ചിനെ പറഞ്ഞതിന് കണക്ക് ഒരു അമ്മയാണ് ഞാൻ. ഈ ശോഭനാമ്മ കാണിക്കുന്നത് എന്താണെന്നും എന്റെ കുഞ്ഞ് കാണിക്കുന്നത് അത് നിഷ്കളങ്കമായ പ്രായമാണ്. 3 വയസ്സ്. അവർക്ക് എന്തറിയാം. പക്ഷെ അമ്മ കാണിക്കുന്നത് വേറൊരു ലെവലാണെന്ന് വെച്ചാൽ അത് ഞാൻ പറയേണ്ട വേദിയല്ല ഇത്. അപ്പം ഇത്രയും മെച്യൂരിറ്റി ആയി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാന്നുള്ള അമ്മ കുഞ്ഞെ വഴക്ക് പറയുമ്പം അമ്മ ആരും ഒന്നും പറയൂല. ആ കൊച്ചിനെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ അത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ല, ആ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ എന്നോടുള്ള ആ ഒരു ദേഷ്യമാണ് തീർക്കണം. അതെനിക്ക് നന്നായിട്ട് അറിയാം. അമ്മയോടുള്ള സ്നേഹം കൂടുതലോ അല്ലെങ്കിൽ അങ്ങനെയല്ല, അത് എന്നോടുള്ള ദേഷ്യമാണ്. ഇപ്പൊ തന്നെ സിമ്പിൾ അവളൊരു തീപ്പെട്ടി എടുത്തതിനാണ് അമ്മ ഇത്രയും ദേഷ്യപ്പെട്ടത്. ഇതൊന്നും അല്ല, ഒന്നും അല്ല. നിങ്ങൾ കാണണം ചില സിറ്റി. ഞാനല്ലോ അയൽക്കാർക്കൊക്കെ അറിയുന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയണില്ല. നമ്മൾ പിന്നെ ഇപ്പം സംസാരിച്ചുകൊണ്ട് ഇടയിൽ അത് വന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ഇനി ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് വന്നപ്പം അതും കൊച്ചിനെ തന്നെ കുറ്റം പറയും. അത് വേറൊരു കാര്യം. ഞാൻ അമ്മയും കുറ്റം പറയില്ല, കൊച്ചിനെയും കുറ്റം പറയില്ല. അന്ന് സത്യം പറഞ്ഞാൽ കുഞ്ഞ് അടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഇരിക്കുമ്പം ഒരു ചുള്ളിക്കമ്പങ്ങനെ വന്ന് കാലിൽ വീഴുകയോ തലയിൽ വീഴുകയോ ഇവൻ നമ്മളൊന്നും അറിയാതെ ഒന്ന് തട്ടിയപ്പോൾ ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു അടിച്ചെന്നും പറഞ്ഞ് വേളം വെക്കുന്ന ആൾ തന്നെയാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതറിയാന്നുള്ളതുകൊണ്ട് അന്ന് കുഞ്ഞ് എനിക്കെങ്കിൽ അത്രയ്ക്ക് ഞാൻ മന്ദബുദ്ധി എഡിറ്റ് ചെയ്ത് മാറ്റിക്കൂടെ. ആ കൊച്ചെന്നെ അടിക്കണ അല്ലെ എന്ന് അമ്മ പറഞ്ഞ പോർഷൻ എനിക്ക് എഡിറ്റ് ചെയ്ത് മാറ്റിയാൽ പോരെ. എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വസിക്കുന്നവര് ഞങ്ങളറിയാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് എല്ലാം ഞാൻ അതുപോലെ എഡിറ്റൊന്നും ചെയ്യാതെ ഇടുന്നത്. പക്ഷെ അതിന് പോലും എന്റെ പപ്പു പാലകന്മാർ വരെ കേട്ടു തുടങ്ങി. എനിക്ക് സങ്കടമുണ്ട് കേട്ടാ. പിന്നെ ഈ പറയുന്നവർക്കൊന്നും മക്കളില്ലാത്തതുകൊണ്ട് ഞാൻ അത് പ്രത്യേകിച്ചൊന്നും പറയാൻ പോണില്ല. എന്തായാലും കുഞ്ഞുങ്ങളുള്ളവരാരും ഇങ്ങനെയൊന്നും പറയൂല. പിന്നെ ശോഭന എന്ന് പറയുന്നത് നല്ലൊരു നടിയാ, അഭിനയിച്ചിറക്കിയ. മറ്റേ യൂട്യൂബിൽ എനിക്കൊരു കമന്റ് ഉണ്ടായിരുന്നു, അമ്മ ഇപ്പൊ പരിപാടി വന്ന് നോക്കിയിരുന്നാ മതി.
എന്നും രാവിലെ ചോദിക്കും ഇന്ന് വരാന്ന് പറഞ്ഞാൽ വരാത്തണ്ട്, നാളെ വരാന്ന് പറയാം. അവർക്കൊക്കെ ജീവനിൽ കൊതിണ്ട്. ഇപ്പോ യൂട്യൂബിൽ അമ്മ തറയിൽ കിടക്കുന്ന ഒരു വീഡിയോ ഇട്ടപ്പോ ആരോ വന്ന് കമന്റ് ചെയ്ത് ശോഭന അഭിനയിക്കണം. അപ്പൊ അതിനകത്ത് ഒരുത്തം വന്ന് കമന്റ് ചെയ്തേക്കാണ്, അങ്ങനെയാണെങ്കിൽ ഇത് അഭിനയിക്കുന്നതാണെങ്കിൽ ആ ലാലേട്ടന് കൊടുത്ത ഓസ്കാർ വാങ്ങിച്ച് അവർക്ക് കൊടുക്കാൻ തന്നെ. ദൃശ്യം എന്തോ ആണ് പകരം അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കേ. അത് നിങ്ങള് പറഞ്ഞല്ലോ, അത് വരുന്നുണ്ടല്ലോ. അങ്ങനെ അഭിനയിച്ചതാണെങ്കിൽ അയ്യോ സത്യം അഭിനയിക്കാൻ കൊണ്ടങ്ങ് ആക്കിയാൽ ചില സമയത്തൊക്കെ ഫലിപ്പിച്ചളയും. പക്ഷെ നമുക്ക് ഈ ക്യാമറ എടുക്കുമ്പം അഭിനയം വരണില്ല, അതാണ് ഒരു പ്രശ്നം. അല്ലാത്തപ്പോ നല്ല ഒന്നാം തരം അഭിനേത്രിയാണ്. എന്തെങ്കിലുമൊക്കെ കോമഡി താണേ. ഇപ്പൊ ഇങ്ങനെ നിൽക്കും, ഞാൻ പറ്റുമെങ്കിൽ റീലായിട്ടിടാം. അപ്പൊ നമ്മളിങ്ങനെ ചോറെടുത്ത് വെച്ചേക്കണം, ഇങ്ങനെ നിൽക്കും. ഞാൻ ഒന്നും കൂടെ അമ്മ ചോറെടുത്ത് വെച്ചേക്കണം. അപ്പൊ ഞാൻ പറയാം പട്ടി നീ കുറച്ച് ചോറ് ചെയ്ത് അന്നേരം നീ എവിടെ എന്റെ ചോറ് ഞാൻ ആർക്ക് കൊടുക്കാൻ തന്നെ. കള്ളല്ലേ, ചോറെടുത്ത് വെച്ചിട്ട് വിളിക്കുമ്പം കേൾക്കാത്ത മട്ടില്ല നിൽക്കുന്നു. ഞാൻ പറയും പിങ്കി ഇതുപോലെ ചോറ് തരാൻ വരാൻ പറഞ്ഞു ഓടിയെന്നാ ചോറ് വാങ്ങിക്കും. ചില സമയം കാണണം, കൈ ഇല്ലാത്തവ 2 കൈ വാടകയ്ക്ക് വാങ്ങിച്ചോണ്ട് വരും. മുതലിന നമ്മളിപ്പോ എന്തിനിങ്ങോട്ട് വന്നത്? അമ്മ ഇതിപ്പോ ഏപ്രിൽ മാസമായി, ഇതിപ്പോ ഏപ്രിലാണ്. വിഷുവാ? കഴിഞ്ഞിട്ടോ എനിക്ക് ആര് തരാ ഇരിക്കണ? ഒരു തരായില്ല തന്നെ. കൈനീട്ടം കിട്ടണത് എന്തിനും? കൈനീട്ടം കിട്ടണത് ചായ വാങ്ങിച്ചു കുടിക്കൂ. ചായ വാങ്ങിച്ചു കൂടെ കൊണ്ടുവച്ച് ഗ്ലാസ്സിൽ വെച്ച് കുടിക്കും. ചായ വാങ്ങിച്ചു കുടിക്കുവോ? ഞാൻ പിന്നെ വാങ്ങിക്കണം, എനിക്ക് ഒരു പൊട്ട് വാങ്ങിക്കണം. എനിക്ക് ആര് കഴിഞ്ഞിട്ടാ തരാതിരിക്കുന്നെ? ആരും ഇല്ലേ? ഞാൻ തരുമല്ല. ഞാൻ തരുമല്ല. 5 രൂപ വെച്ച് അമ്മ എനിക്ക് നിങ്ങൾക്ക് 500 രൂപ തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞുള്ള 5 രൂപ അല്ലമ്മ ഞാൻ തന്നത്, 50 രൂപയാണ് തന്ന. ഒരു പീച്ചാന്ത് വായിക്കണം. ആ നോട്ടേ 5 രൂപ അല്ല 50 രൂപയാണ്. അത് പുതിയ നോട്ടായോണ്ട് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തതാണ്. കഴിഞ്ഞ വർഷം ഞാൻ 50 രൂപ കൊടുത്ത്, എന്റെ സഹോദരൻ 50 രൂപ കൊടുത്ത്, എന്റെ അമ്മ 50 രൂപ കണ്ട കൊടുത്ത്, പിന്നെ ചേട്ടനും കൊടുത്ത്, എല്ലാരും കൊടുത്ത്. പക്ഷെ അതാണ് ഏത് 50 രൂപ അമ്മയ്ക്ക് അറിഞ്ഞൂടാ. അത് സൂക്ഷിച്ചു വെച്ചിരുന്നിട്ട് ഞാൻ ഇല്ലാത്ത സമയം നോക്കി മതിരി അടിപ്പോയി ചായ വാങ്ങിച്ചു കൊടുത്തു, ചായയും വടയും. അല്ലേ ശോഭനെ? കടയിൽ പോയിരുന്നിട്ടേ വാങ്ങിച്ച് കുടിക്കുന്നതിലല്ല സങ്കടം, ഒന്ന് പോണത് നമുക്ക് പേടിയാണ്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞില്ല, വണ്ടികളങ്ങനെ തട്ടും. രണ്ടാമത്തെ കാര്യം, കടയിൽ പോയിട്ട് പറയും അവൾ ഒന്നും തന്നില്ലെന്ന് പറയും. താഴത്തെ കട, അപ്പം താഴത്തെ അവിടെ കുഞ്ഞുമുറ്റം ഹോട്ടലുണ്ട്, അവിടെയാണ് പോണത്. അവിടെ പോയിട്ട് പറയും അവളൊന്നും തന്നില്ലെന്ന് പറയും. അപ്പം ഒരു വട്ടം പറഞ്ഞപ്പം അപ്പുറത്തെ വീട്ടിലെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവിടെ. അപ്പം ചേച്ചി പറഞ്ഞ് അയ്യോ അങ്ങനെയൊന്നും ഇല്ല, വാങ്ങിച്ചു അവൾ കൊടുക്കും രാവിലെ. അന്ന് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന കാപ്പിയൊക്കെ കൊടുത്തിട്ട് തന്നെ പോയെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞ് കാപ്പി അതിലുപരി അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരേൽ പോയി ചോദിക്കുമ്പോ അവര് വാങ്ങിച്ചു കൊടുക്കേ. അപ്പൊ മറ്റേ ഈ ആരോരില്ലാത്തവർക്ക് കൊടുക്കുന്ന മാതിരി വാങ്ങിച്ചു കൊടുത്ത് നമുക്കത് ഭയങ്കര സങ്കടമാണ്. നമ്മൾ കൊടുക്കാഞ്ഞിട്ടല്ല, ഞാനിവിടെ എല്ലാ നാട്ടുകാർക്കും ഒക്കെ അറിയാം, എല്ലാവർക്കും അറിയാം ഞാൻ കൊടുത്തിട്ട് തന്നെയാണ് പോണത്. ആഹാരം രാവിലെ കൊടുത്ത് ഉച്ചയ്ക്ക് ആദ്യം ഉച്ചയ്ക്കൊക്കെ കോരി വെക്കുമായിരുന്നു. പക്ഷെ ഉച്ചയ്ക്ക് പിന്നെ കഴിക്കൂലെന്ന് മനസ്സിലായിരുന്നു, ഉച്ചയ്ക്ക് കോരി വെക്കാതെ രാത്രി വന്ന ഉടനെ കൊടുക്കണത്. ഭയങ്കര വിഷമം വരും. കടയിൽ പോയി ആരും ഇല്ലാത്തവർ കഴിക്കുമ്പോൾ മാതിരി വാങ്ങിച്ച് ഇത് അവിക്കായിടാം വാങ്ങിച്ച് കഴിക്കും. അത് നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം വിഷമമില്ലേ, നമ്മള് കൊടുക്കാഞ്ഞിട്ടല്ലല്ല, കൊടുത്തിട്ടല്ലേ. അങ്ങനെയാണ് പിന്നെ കയ്യിൽ പൈസ കൊടുക്കാതായ. ഇത് നമുക്ക് അവിക്കാം. എന്തൊരു കാണിക്കണേമ്മ, കഴിവിട്ട് തിന്നേ. വെട്ടോ? എങ്ങനെ വെട്ടാതിരിക്കും? കിട്ടിയാ നിങ്ങൾ ഈ തീറ്റയല്ലേ, പിന്നെ എങ്ങനെ തരും? അയ്യോ അയ്യോ. വെട്ടോ? എത്ര വെട്ട് കിട്ടിയിട്ടുണ്ട്? എന്നിട്ട് എത്ര വെട്ട് കിട്ടി? കിട്ടിയില്ല. പൈസേ ഒന്നും കിട്ടിയില്ല. പിന്നെ അമ്മ വെട്ടിയെന്ന് പറഞ്ഞതാ? കാലിന്റെ മുട്ടി 3 തയ്യായിട്ട് തന്നെ. ഇതെന്തിനു വെട്ടിയാ? കാലിന്റെ മുട്ടിന് ഇതോട് കൂടി പരത്തപ്പോ 3 തയ്യായിട്ടു. എന്തിന്? അവർക്ക് അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും അല്ല.
അവരുടെ ഒന്നും കട്ടിയ അമ്മ നിങ്ങളെ അമ്മയെ കുറിച്ചേ ഞാൻ അപ്പുറത്ത് കൊച്ചിനെ പ്രസവിച്ച് കിടന്നപ്പോ ഞാൻ കൊച്ചിനെ കാണാൻ പോയി കഴിഞ്ഞ ആഴ്ച. നിങ്ങൾ അമ്മയെ കുറിച്ച് പറയണ കേട്ടാ തേങ്ങയില്ലാത്ത തള്ളയാണ്. ഓ അതുകൊണ്ട് ഞാൻ ഈ പെണ്ണുങ്ങളുടെ പറയും. അമ്മ നിങ്ങളല്ലാതാ ഒരൊറ്റ മനുഷ്യര് സുപ്രഭാമയെ കുറിച്ച് കുറ്റം പറയണില്ല, അതറിയാമോ? ലോകത്ത് എന്തിന് നിങ്ങളാ മോൻ പോലും പറയണത് സുപ്രഭാമ ഉണ്ടായിരുന്നാ മതി എന്നാണ്. ഒന്ന് ആലോചിച്ചൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ പേടി സുപ്രഭാമ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അപ്പൊ അതിൽ നിന്ന് തന്നെ ഊഹിച്ചൂടെ എന്തായിരിക്കും സുപ്രഭാമയ്ക്ക് നിങ്ങളെ തന്നല്ലേ എല്ലാരും പറയണ്. അതാണ് ദേഷ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പോയി ചായയും കുടിച്ച് എനിക്കൊരു കടിയും മാറ്റി ഇടുപ്പിൽ വെച്ച് അന്ന് പേശയും ബ്ലൗസും ആണല്ലോ എന്നുള്ള കാലഘട്ടം. അപ്പൊ പേശേര അന്നൊക്കെ നമ്മൾ പറയുന്ന മിഞ്ചി എന്നാണ്. പേശേര ഒരു വശം താഴോട്ട് കിടക്കുന്ന വശത്ത് മിഞ്ചി എന്ന് പറയും. ആ മിഞ്ചിയില് എനിക്കുള്ള കാപ്പ് വാങ്ങിച്ച് പൊതിഞ്ഞ് നിങ്ങൾ പറക്കുന്ന മരത്തിലോട്ട് കയറിയിട്ട് എടുത്തിട്ടാണ് ഞാൻ പറഞ്ഞുതരാം. തെങ്ങിക്കയറണം. തെങ്ങി കയറിയിട്ട് 2 ചിറകും എടുത്തൊരു ചാട്ടം. വയറളവും. ഇത് പിന്നെ ഇളവിയാലും കുഴപ്പമില്ല, അതുകൊണ്ട് കൊടുത്ത അങ്ങനെ മിഞ്ചിയില് വെച്ച് കൊണ്ടുവരും. ഇവര് കാണാതെ എനിക്ക് തരും. അപ്പൊ ഇവര് എവിടെന്നെങ്കിലും പാഞ്ഞോടി വന്നിട്ട് അതിന്ന് പിടിച്ചു വാങ്ങിച്ച് പകുതി ചാപ്പിട്ടു. അപ്പൊ അവർക്ക് പകുതിയാ മുഴുവനോ? പകുതിയെ കൊടുക്കുള്ളൂ, പകുതി അവര് പിടിച്ചു വാങ്ങിച്ചിരിക്കും. അങ്ങനെ അതീന്ന് വരെ ഇറക്കി തിന്നിട്ട് അവസാനം എന്നെ ഓട്ടിച്ചിട്ടാടി. അപ്പൊ അവർക്ക് അത് പറ്റാത്തത് കൊണ്ടാണ് ഇവര് പോട്ടെ എന്നെ അത്രയും നന്നായിട്ട് നോക്കുന്നത് കൊണ്ടും ശ്രദ്ധിക്കുന്നത് കൊണ്ടും അവരോട് ദേഷ്യമല്ലേ ഇവർക്ക് അവരോട് അത്ര പിടുത്തമല്ല. എടുക്കലാണ്. അങ്ങനെ ഞാൻ ജനിക്കുന്നതിന് മുമ്പോ എപ്പോഴും ആണെന്ന് തോന്നുന്നു. എനിക്ക് എന്റെ ഓർമ്മയിലില്ല. ഒരിക്കൽ അവർക്ക് വയ്യാതെ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഇവര് ഇത് മീൻ അർത്ഥമുണ്ടെങ്ങാണ്ടായിരുന്നെന്ന് പറയണം. ആര്യ ശോഭനമ്മേ അപ്പൂപ്പ അന്ന് പിന്നാട്ട് പോറ്റിയാണ്, പിന്നാട്ട് കോവിലിൽ പൂജാരിയാണ്. അപ്പൂപ്പൻ പിന്നാട്ട് പൂജയ്ക്കും പോയിരുന്നു. അപ്പൊ ഈ പൂജയ്ക്ക് പോയിരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരെ കയ്യിൽ അറുപ്പത്തിയിരുന്നു. അയ്യോ ഇവരായില്ലേ? അവര് അന്നേരം ഇച്ചിരി വയ്യാതിരുന്ന സമയം. പക്ഷെ അവര് സൈലന്റ് ആയിരുന്നല്ലേ ഭയങ്കര. പക്ഷെ ആർക്കും ഒരു ഉപയോഗമില്ല. നാട്ടുകാരൊന്നും ഒരിക്കൽ പോലും അവരെ കുറിച്ച് നാട്ടിലെ അഭിപ്രായം വെളികളാകെ അറിയാന്നുള്ള ആർക്കും സുപ്രഭയെ കുറിച്ച് ഒരു മോശം അഭിപ്രായം ഇല്ല. ഉണ്ടാന്നേ. പക്ഷെ ശോഭനയെ കുറിച്ച് പറഞ്ഞ എന്തൊരു പറയുന്നേ, ഭീകരം മൊപ്പച്ചൂ അല്ലേ? അതാണ് പറഞ്ഞത്. അവരെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ സുപ്രഭയാ അങ്ങനെയല്ല ഭയങ്കര അഭിപ്രായം. ശോഭനയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുത്തോണ് ശോഭനയെ പൊന്നേ. അങ്ങനെ അപ്പൊ ഇവരെന്തോ ചെയ്തോണ്ടിരുന്നപ്പോ അവർക്ക് അന്നേരം വയ്യാതിരുന്നൊരു ടൈമായിരുന്നു. അവര് ഓടി വന്നവരെ അറുപ്പത്തി പിടിച്ചു വാങ്ങിച്ചു. ഇവരോട്ട് കൊടുക്കണം, ഞാൻ തരില്ല. ഉടനെ പണ്ടത്തെ സിനിമയാണ് ഓർമ്മ വരുന്നത്. ജയനും മറ്റേ സത്യനും കൂടെ ഇങ്ങോട്ട് താടി ഇങ്ങോട്ട് താടി ഇല്ല തരില്ല. അവസാനം എങ്ങനെയെ പിടിച്ച് വാങ്ങിച്ചല്ലേ പിടിച്ച് വാങ്ങിച്ച് കയറ്റി കൊടുത്തു. ചിരട്ടയിലിട്ട് ഒരു വെട്ടു. ചിരട്ടയിൽ വെട്ടുകൊണ്ട് ചിരട്ട പൊട്ടിപ്പോയി. ചിരട്ട പൊട്ടി ഇവരിവിടെ കിടന്ന് വിളിച്ചു അല്ലേ? ആയതുകൊണ്ട് ശരിക്കും ബ്ലഡ് അങ്ങ് പോയി. അങ്ങനെ ഇവിടെ കിടന്ന് വിളിച്ചിട്ട് ആരെടുക്കാൻ ആരുമില്ല. അപ്പൊ അവസാനം ഇവിടെ കിടന്ന് വിളിച്ച് കൂവിട്ടൊന്നും ഒരു രക്ഷയില്ല. ഇവിടത്തെ തിണ്ണയില് കിടക്കുകയായിരുന്നു. അങ്ങനെ അപ്പൂപ്പ അമ്പലത്തിലെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ചോരയെ കുളിച്ച് നിൽക്കുന്നു. അവസാനം അപ്പൂപ്പനും ആരൊക്കെ ചേർന്നാണ് മാമനുണ്ടെന്ന് തോന്നുന്നു. ആശുപത്രി കൊണ്ടുപോയതാര്? ഏത് മാമൻ? അപ്പൂപ്പനും അപ്പൂപ്പന്റെ മോനും താഴത്തെ മാമനായിരിക്കാം അല്ലേ? ഏത് മാമനമ്മ? ഏത് മാമൻ? സുകേഷ് മാമൻ. ഇവരെല്ലാരും കൂടെ ആശുപത്രിയിൽ കൊണ്ടുപോയി തുന്നി കെട്ടിയൊക്കെ ചെയ്തു. അതിനുശേഷം അവരെടുത്ത് പോകൂലേ? അതിനുശേഷം അവര് 7 അയലത്ത് കടിക്കൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ അവര് എന്നെ ഇന്ന് വരാം ഒന്ന് വിരല് കൊണ്ടുപോലും നോവിച്ചിട്ടില്ല. നാട്ടുകാർക്ക് ഒരു അതാ നാട്ടുകാരെങ്കിലും പറഞ്ഞത് സാധാരണ ഒരു അയ്യോ ഇല്ല പയ്യെ അവൻ അഴുക്ക ചെറുക്കൻ കേട്ടാ ഇന്ന് ഒരാളെങ്കിലും പറയണ്ടേ. പക്ഷെ
എവർക്കിട്ട് അവർ ആ കൊടുത്ത കൊടുപ്പല്ലാതെ അല്ല നേമ. അത് പിന്നെ എങ്ങനെ നിങ്ങൾക്ക് തരാതിരിക്കും അമ്മ? ഇങ്ങോട്ട് നോക്ക് അമ്മ, നിങ്ങൾക്കിട്ടാ തന്നെ അല്ലാതെ അവര് ഈ ലോകത്ത് ഒരു ഉറുമ്പിനെങ്കിലും നോവിച്ചിട്ടുണ്ടോ? ഇല്ലല്ല. അതെന്താണ് കാര്യം? നിങ്ങൾക്ക് തന്നു പോവും. എന്നാ മരിച്ചിനെ തളർന്നു പോയല്ലേ? പണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇവരെന്നെ കമ്പും കൊണ്ട് ഓട്ടിക്കുമ്പോ അവര് മടലും കൊണ്ട് അവരെ പുറകെ. പണ്ട് ഇവരെന്നെ കമ്പും കൊണ്ട് ഓട്ടിക്കുമ്പം അവര് മടലും കൊണ്ട്. കഷ്ടമല്ലേ അവര് പോയതോടാ നിങ്ങളെ എന്റെ വേട്ടയും എന്റെ കട്ടകാലം അല്ലേ? എന്നിട്ട് ഇപ്പം എന്റെ മുന്നിൽ തന്നെ ഇരുന്നു കൊണ്ട് എന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഒന്ന് കൊഞ്ഞനെ കുത്തി ഇങ്ങനെ അടിപൊളി ഒറാങ്കുട്ടയെ പോലെ ഇരിക്കുന്നു. ഒന്നുകൂടാ ഇനിയിപ്പൊ ഇതെല്ലാരും കൂടെ കണ്ടിട്ട് പറയൂ, അയ്യോ ആ പാവത്തിന് പഞ്ചപാവം പച്ചവെള്ളം ചവച്ചു കുടിക്കണ ശോഭന കളിയാക്കണേ. ഇനിയിപ്പൊ പറയാൻ പോണ ഞാൻ നിങ്ങളെ കളിയാക്കണം. അത് തന്നെ പറഞ്ഞ സംസാരിക്കും. ഇന്ത്യ ഒരു അവസരം വന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ഞനം കുത്തും, കോട്ടി കാണിക്കും. ഒന്ന് സുധീഷ് ഇത് ആരെ ബോധിപ്പിക്കാൻ പോണ? പോയാണ് നിങ്ങൾ പോയാ നിങ്ങളെ പാട്ട്. ഞാൻ എന്നെന്ന് വിളിച്ചത് പിടിക്കാത്തവരുണ്ട്. ഞാൻ ജനിച്ചിട്ട് 38 വയസ്സായി. അതൊന്നും പറയണ്ട ചുഷമ ഉണ്ടായിരുന്ന എനിക്ക് ഇഷ്ടമില്ല. എന്റെ കാര്യം ഞാൻ പറയും, എനിക്ക് ഇഷ്ടമല്ല. ഭാവി ഛർദിക്കും. അമ്മ, ഞാൻ ജനിച്ചിട്ട് നിങ്ങളെ മോനെ ഞാൻ ജനിച്ച കാലം മുതൽ ഇത്രയും കാലത്തിൽ നിങ്ങൾ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടോ? അമ്മയെന്ന് വിളിക്കോ എന്നെന്ന് വിളിക്കോ? എന്നെന്ന് വിളിക്കും. നിങ്ങൾ എന്നെ മോനെന്ന് വിളിക്കോ ചെറുക്കാന്ന് വിളിക്കോ? അതല്ലേ നമ്മളുടെ ജനനം മുതലുള്ള ഒരു ശീലം. അത് പോ സുധീഷ്ണ. പിന്നെ വേറെ ഇല്ല നിനക്ക്. തിരുത്താൻ നടക്കും. ആറ് മാറ്റണോ? മാറ്റിക്കൂടെ നീ മാറ്റിട്ട് എന്താന്ന് വിളിക്കണം? നിങ്ങൾ വിളിക്കും. എന്നെ എന്തെന്ന് വിളിക്കും അമ്മ? എന്നെ അപ്പൊ എന്നെ മോളേന്ന് വിളിക്കുവോ? ഒന്ന് വിളിയാമ മോളേന്ന്. ഞാനല്ലേ മോൻ പോണേന്ന് പറയാ. അമ്മ മച്ചിനില്ല. വാടിന്റെ വാടിനെന്ന് പറഞ്ഞു. മോളേന്ന് വിളിച്ചാ മരിച്ചിന്. മോളേന്ന് വിളിച്ചാൽ ഇനി മരിച്ചിന് കൊടുക്കുള്ളൂ. മോളേന്ന് വിളിയെന്നെ, നീട്ടി വിളിയെന്നെ മോളെ. അവിടെയും കൂടും ഇവിടെയും കൂടും. അയ്യോ കാക്കാണിക്കുന്ന വേല. അപ്പൊ ശരി, ഞാൻ ഇനി മരിച്ചിനെ അടുപ്പത്താക്കാൻ പോണ്. പിന്നെ കാണാവേ. ഇനി മരിച്ചിനി ഞം ഞം തിന്നുമ്പോ കാണാം. ടാറ്റാ. വേവിക്കാൻ പോണു അമ്മച്ചിയേ.